ഹായ് നമസ്കാരം. വോയിസ് ഓഫ് മുജീബിലേക്ക് അവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. 2026 IPL ഒരു 37കാരൻ്റെ പടയോട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 5 മത്സരങ്ങളിൽ നിന്ന് 228 റൺസോടെ ഈ IPL ടോപ്പ് സ്കോററായി ഓറഞ്ച് ക്യാപ്പിനുടമയായിരിക്കുന്നു വിരാട് കോഹ്ലി. ബൗളിങ്ങിൽ വിക്കറ്റ് വേട്ടയിൽ ഒന്നാമത് നിൽക്കുന്നത് ഗുജറാത്തിൻ്റെ പ്രസിദ്ധ് കൃഷ്ണയാണ് 10 വിക്കറ്റ് നേട്ടവുമായിക്കൊണ്ട്. ഇത്തവണ IPL ഒട്ടനവധി സുന്ദര നിമിഷങ്ങൾ ക്രിക്കറ്റ് പ്രേമികൾക്ക് സമ്മാനിച്ചുകൊണ്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും അവിസ്മരണീയമായത് ഗുജറാത്ത് ഡൽഹി തമ്മിലുള്ള മത്സരമായിരുന്നു. അവസാന 2 പന്തുകളിൽ വിജയിക്കാൻ 2 റൺസ് മാത്രം ആവശ്യമുള്ള സമയത്ത് ഡേവിഡ് മില്ലർ സിംഗിളിന് ശ്രമിക്കാതെ അവസാന പന്തിൽ റണ്ണൌട്ടായിക്കൊണ്ട് 1 റൺസിന് ഗുജറാത്ത് ഡൽഹിക്ക് മേൽ നേടിയ വിജയം തന്നെയായിരുന്നു ഇത്തവണത്തെ IPL ഏറ്റവും അവിസ്മരണീയമായ മത്സരമെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒട്ടനവധി യുവതാരങ്ങളുടെ മുന്നേറ്റം നമ്മൾ കണ്ടു. രാജസ്ഥാൻ റോയൽസിന് ജയ്സ്വാളിന്റെ കൂടെ ഒപ്പം ചെയ്യുന്ന വൈഭവ് സൂര്യവംശിയുടെ പ്രകടനം, ബുംറയെയും ജോഷ് ഹാസൽവുഡിനെയും മുഹമ്മദ് സിറാജിനെയും എല്ലാം നേരിടുന്ന പന്തുകൾ 6ലേക്ക് തൂക്കിക്കൊണ്ട് ക്രിക്കറ്റ് പ്രേമികളെ ആനന്ദത്തിലാഴ്ത്തിയ ബാറ്റർ. പക്ഷെ ആ വൈഭവ് സൂര്യവംശിയെ താൻ എറിഞ്ഞ ആദ്യ പന്തിൽ തന്നെ പുറത്താക്കിക്കൊണ്ട് സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടി മിന്നും പ്രകടനം കാഴ്ചവെച്ച പ്രഫുൽ ഹിങ്കെ. ആ മത്സരത്തിൽ പ്രഫുൽ ഹിങ്കെ നേടിയത് 34 റൺസ് വഴങ്ങി 4 വിക്കറ്റുകളായിരുന്നു. താൻ എറിഞ്ഞ ആദ്യ ഓവറിൽ നിന്ന് മാത്രം 3 വിക്കറ്റ് നേടിക്കൊണ്ട് ചരിത്രം സൃഷ്ടിച്ച ഒരു IPL കൂടിയായിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ്. അതേ മത്സരത്തിൽ തന്നെ ഒരു സ്പെയ്ക്ക് ഷൂ വാങ്ങാൻ പോലും കഴിവില്ലാതിരുന്ന സാക്കിബ് ഹുസൈൻ എന്ന ബൗളറുടെ പ്രകടനവും, സ്വന്തം ഉമ്മയുടെ സ്വർണ്ണാഭരണം വിറ്റ് ഷൂ വാങ്ങി ക്രിക്കറ്റ് കളി തൻ്റെ സ്വപ്നം അത് സാക്ഷാത്കരിക്കാൻ വേണ്ടി ആ പാതയിൽ തന്നെ തുടർന്ന സാക്കിബ് ഹുസൈൻ സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടി വെറും 24 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 4 വിക്കറ്റുകൾ നേടിക്കൊണ്ട് രാജസ്ഥാൻ റോയൽസിൻ്റെ പതനം പൂർത്തിയാക്കിയ ബൗളർ. അതെ, സാക്കിബ് ഹുസൈൻ്റെ അത്ഭുതവും ആവേശവും നിറഞ്ഞ ഒരു ക്രിക്കറ്റ് ഹിസ്റ്ററിയിൽ പിറന്ന ഒരു അത്യപൂർവ ബൗളിംഗ് പ്രകടനമായിരുന്നു അന്ന് നമ്മൾ കണ്ടത്. കൊൽക്കത്തയ്ക്കെതിരെ പരാജയം ഉറപ്പിച്ച ലക്നൗ ഹെലികോപ്റ്റർ സിക്സുകൾ പായിച്ച് ക്രിക്കറ്റ് പ്രേമികൾക്ക് ആവോളം ആസ്വദിക്കാൻ അവസരം നൽകിക്കൊണ്ട് 27 പന്തിൽ 54 റൺസ് എടുത്തുകൊണ്ട് LSGയെ വിജയത്തിലേക്ക് നയിച്ച മുകുൾ ചൗധരി. ഡൽഹിക്ക് വേണ്ടി സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന യുവതാരം സമീർ റിസ്വി. ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി മികവുറ്റ പ്രകടനം നടത്തുന്ന യുവതാരം 19കാരൻ ആയുഷ് മാത്രേ. വേൾഡ് കപ്പിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച് ട്രാൻസ്ഫറിലൂടെ CSKയിലെത്തിയ സഞ്ജു സാംസൺ തുടക്കത്തിലെ 3 മത്സരങ്ങളും ഫോം നഷ്ടപ്പെട്ട് ചെന്നൈ സൂപ്പർ കിങ്സും കളിച്ച 3 മത്സരങ്ങളും പരാജയപ്പെട്ട് സങ്കീർണതയിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി തൊട്ടടുത്ത മത്സരത്തിൽ സെഞ്ചുറിയോടെ തിരികെ വരികയും ടീമിനെ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്തുകൊണ്ട് അത്ഭുതം സൃഷ്ടിച്ച സഞ്ജു സാംസൺ. കൊൽക്കത്തയ്ക്കെതിരെ 49 റൺസ് എടുത്ത് അവിടെയും ടോപ്പ് സ്കോററായി സഞ്ജു സാംസൺ. തുടരെ 2 വിജയങ്ങളുമായി ചെന്നൈ സൂപ്പർ കിങ്സിനെ തിരിച്ചുവരവിൻ്റെ പാതയിലേക്ക് നയിച്ച ബാറ്റിംഗ് പ്രകടനവുമായി സഞ്ജു സാംസൺ. അങ്ങനെ ക്രിക്കറ്റിൻ്റെ സൗന്ദര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒട്ടനവധി മുഹൂർത്തങ്ങൾ സമ്മാനിച്ചുകൊണ്ട് IPL മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇത്തവണത്തെ IPL പ്രവചനാതീതമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. 8 പോയിന്റോടെ റൺ റേറ്റ് മികവിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് RCB ആണ്. 2-ാം സ്ഥാനത്ത് 8 പോയിന്റോടെ രാജസ്ഥാൻ റോയൽസ്. 3-ാം സ്ഥാനത്ത് പഞ്ചാബാണുള്ളത്. 4 മത്സരങ്ങൾ, അതിൽ 3 മത്സരങ്ങൾ വിജയിക്കുന്നു. 1 മത്സരം കൊൽക്കത്തയുമായി മഴ മൂലം നഷ്ടപ്പെടുമ്പോൾ 1 പോയിന്റുമാണ് പഞ്ചാബിന് അതിൽ നിന്ന് ലഭിച്ചത്. 4 കളികളിൽ നിന്ന് 7 പോയിന്റോടെ 3-ാം സ്ഥാനത്ത്. സൺറൈസേഴ്സ് ഹൈദരാബാദ് 5 മത്സരങ്ങളിൽ നിന്ന് 4 പോയിന്റോടെ 4-ാം സ്ഥാനത്ത്. അവിടെയാണ് നമ്മൾ പറഞ്ഞത് ആര് മുന്നേറും ആദ്യ പ്ലേ ഓഫിലേക്കെന്ന് ഇപ്പോഴും പറയാൻ കഴിഞ്ഞിട്ടില്ല. 8ാമത് നിൽക്കുന്ന ചെന്നൈ സൂപ്പർ കിങ്സിനും 4ാമത് നിൽക്കുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദിനും 4 പോയിന്റ് മാത്രമാണുള്ളത്. കളിച്ചത് 2 ടീമുകളും 5 മത്സരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഓരോ മത്സരങ്ങളും നിർണായകം തന്നെയായിരിക്കും. അതിനേക്കാൾ നിർണായകമായിരിക്കും റൺ റേറ്റ് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അത്തരത്തിലാണ് ഇത്തവണ IPL മത്സരങ്ങളുടെ ഗതി പോയിക്കൊണ്ടിരിക്കുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സിന് ഡിവാൾഡ് ബ്രേവിസ് തിരിച്ചെത്തിയെങ്കിലും അവസാന 2 മത്സരങ്ങൾ വിജയത്തോടെ പൂർത്തിയാക്കാൻ കഴിഞ്ഞെങ്കിലും കൊൽക്കത്തയ്ക്കെതിരെയുള്ള മത്സരത്തിൽ തൻ്റെ 4-ാം ഓവറിൻ്റെ അവസാന ബോൾ എറിയാൻ കഴിയാതെ ഗ്രൗണ്ട് വിട്ട ഖലീൽ അഹമ്മദ് പരിക്ക് പറ്റി പുറത്തു പോയിരിക്കുകയാണ്. ചെന്നൈ സൂപ്പർ കിങ്സിന് അതൊരു തീരാ നഷ്ടം തന്നെയാണ്. വളരെ കൃത്യമായി ഓവറുകൾ എറിഞ്ഞു പൂർത്തിയാക്കുന്ന, എക്കണോമിയിൽ വളരെ കൃത്യത പാലിക്കുന്ന നല്ലൊരു ബൗളറെയാണ് ചെന്നൈ സൂപ്പർ കിങ്സിന് ഇവിടെ നഷ്ടമായിരിക്കുന്നത്.
തീർച്ചയായും ഖലീലിനോളം പോന്ന ഒരു ബൗളറെ എത്രയും പെട്ടെന്ന് ചെന്നൈ സൂപ്പർ കിങ്സിന് കണ്ടെത്തേണ്ടതുണ്ട്. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടുമെത്തും നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.